രാവിലത്തെ അമ്മിച്ചിയുടെ അലക്ക് കഴിഞ്ഞതും അമ്മിച്ചി കൊണ്ടുവന്ന ബക്കറ്റിനായിട്ട് അടി 3 പേർക്കും ബക്കറ്റ് വേണം. അപ്പോൾ അമ്മിച്ചി ഒരുത്തിനെ എടുത്ത് ബക്കറ്റിൽ കയറ്റിയിരുത്തി. അപ്പോൾ 3 പേർക്കും ബക്കറ്റിൽ കയറണം. അങ്ങനെ അതൊരു വിധത്തിൽ സോൾവ് ചെയ്തു. അപ്പോൾ രാവിലെ തന്നെ ഒന്ന് ചെമ്മീൻ ചമ്മന്തി അരയ്ക്കേണ്ട ഞാനുണ്ടാ ടാസ്ക് ഏറ്റെടുത്തേക്കുന്നത്. എനിക്കാണെങ്കിൽ ഈ ചമ്മന്തി ഇങ്ങനെ കുഴ ആക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ തേങ്ങ ഇട്ടിട്ടാണ് ചമ്മന്തി അരയ്ക്കണേ. ചെമ്മീനെ വറുത്തു, തേങ്ങ ചിരവി, ലേശം ചുവന്നുള്ളിയും ഉപ്പും അതുപോലെ തന്നെ പച്ചമുളകും ലേശം പുളിയും കൂടി ഇട്ട് ഞാൻ കുഴച്ചിട്ട് ചമ്മന്തി അരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ രാവിലത്തെ വിഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടച്ചക്ക ഉപ്പേരി വെച്ചിട്ടുണ്ടായിട്ടാണ്. നമുക്ക് ഈ വർഷം ആദ്യമായിട്ട് കിട്ടിയതാണ്. പിന്നെ ഞാനുണ്ടാക്കിയ സ്വാദിഷ്ടമായ ചെമ്മീൻ ചമ്മന്തി ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വീട്ടിൽ കടുമാങ്ങാച്ചാർ ഉണ്ടാക്കാറില്ല കേട്ടോ. ഈ പ്രാവശ്യം അമ്മിച്ചിക്ക് എന്തോ ഒരു ബുദ്ധി തോന്നിയിട്ട് അമ്മിച്ചി ഇതേ കടുമാങ്ങ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂടി കൂട്ടിയിട്ട് ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് പള്ളിയിലേക്ക് ഒന്ന് പോകണം. പിള്ളേരൊക്കെ കെട്ടിയവർക്ക് പള്ളിക്ക് പോകാനുള്ള പരിപാടി തുടങ്ങിയിട്ടാണ്. അപ്പോൾ അപ്പച്ചനും വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കൊരട്ടിപ്പള്ളിക്ക് എന്താ പോകുന്നത്, കുർബാന കാണുമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. എന്താക്കുമെന്ന് അറിയില്ല. നമ്മൾ പള്ളിയിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണെങ്കിൽ സ്ഥിതി മാറിയിട്ടാണ്. പിള്ളേരാണെങ്കിൽ ഓട്ടത്തോടോട്ടം പിന്നാലെ ഓടി 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 വയ്യാണ്ടായി മനുഷ്യൻ എന്നുള്ളതാണ് സത്യം. അപ്പോൾ ചെന്നപ്പോൾ തന്നെയാണെങ്കിൽ ആദംകൂട്ടം കൈ കൂപ്പി പ്രാർത്ഥിക്കില്ല. അതൊക്കെ കണ്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ട്. അപ്പോൾ അമ്മിച്ചി പറയായിരുന്നു, ഇവൻ എന്ത് ചെയ്യണം, ഞാൻ ഇതുവരെ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടില്ലല്ലോ എന്ന്. പക്ഷേ അത് എല്ലാവരും ഞെട്ടിച്ചു കേട്ടോ. അങ്ങനെ പള്ളിയിൽ നിന്ന് നമ്മൾ പോന്നു. പള്ളിയിൽ നിന്ന് പോന്നു കഴിഞ്ഞപ്പോൾ പിള്ളേർക്ക് ഒരേ ഒരു നിർബന്ധം അടുത്തത് ലേസ് വേണം, മിഠായി വേണമെന്ന്. അപ്പോൾ നമ്മളൊരു കടയിൽ നിർത്തി മിഠായി ലേസൊക്കെ വാങ്ങിച്ചു. എനിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിള്ളേർക്ക് മാത്രം തിന്നാൽ പോരല്ലോ, നമുക്ക് ഇടയ്ക്കൊക്കെ മിഠായി ഒക്കെ തിന്നാലോ. അപ്പോൾ അതൊക്കെ തിന്ന് നമ്മൾ റെസ്റ്റ് എടുത്തു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.